guys, welcome back to our English class. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ആയിട്ടാണ് മിസ് എന്തിന്നത് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് മിസ്സിന്റെ ബാക്കിൽ എന്താ കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർസ് ഉണ്ട്, മേഘമുണ്ട്, ക്ലൗഡ് ഉണ്ട്, മൂൺ ഉണ്ട് അല്ലേ. പക്ഷേ ഫ്രേസ് ഇസ് ദർ, അവിടെ പ്രയോഗം എഴുതിയിട്ടുണ്ട്. എന്താണ് ആക്ച്വലി അവിടെ എഴുതിയത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലെ. എപ്പോഴും ഒരിക്കൽ എന്താ നമ്മൾ ചന്ദ്രനിൽ പോകുന്നു. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലെ? എന്താണ് അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒത്തിരി പ്രയോഗങ്ങൾ എന്തുണ്ട് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്, നമ്മുടെ മലയാളത്തിലുണ്ട്. നമുക്ക് പഴഞ്ചൊല്ലുകളുണ്ട് അല്ലേ. നമ്മൾ പഴഞ്ചൊല്ലുകൾ നമുക്കറിയാം. പക്ഷെ പഴഞ്ചൊല്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഫ്രേസസ് ആണ് എന്ത് ഇഡിയംസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇംഗ്ലീഷിലുണ്ട്. എന്താണ് ആക്ച്വലി ഇഡിയംസ് നോക്കുക. ഇവിടെ പറയുന്നുണ്ട് ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഫ്രേസസ് ദാറ്റ് ഡു നോട്ട് മീൻ വാട്ട് ദേ സേ. അതായത് എന്താണോ നമ്മൾ ആ പറയുന്നത് ആക്ച്വലി അതിന്റെ അർത്ഥം എന്തല്ല, ആ പറയുന്ന വാക്കുകളുടെ അർത്ഥമല്ല. അപ്പൊ പറച്ചിലൊന്ന്, അതിന്റെ അർത്ഥം മറ്റൊന്ന്. എന്താ നമ്മൾ പറയുന്നത്? അതിന്റെ പറച്ചിലൊന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വേറൊന്നാണ്. സോ ഫ്രേസസ് ദാറ്റ് ഡു നോട്ട് മീൻ വാട്ട് വി സേ, നമ്മൾ പറയുന്നതിൽ നിന്നും അർത്ഥം ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ചില കുഞ്ഞു പ്രയോഗങ്ങൾ നമ്മൾ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്ക് നിങ്ങൾ. ഫസ്റ്റ് വൺ എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഹിറ്റ് ദ ഹേ എന്നാണ് പറയുന്നത് അല്ലേ. എന്താ ആക്ച്വലി ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞാൽ ചവിട്ടി പൊളിക്കാനാണോ? അല്ല, ആക്ച്വലി ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗോ ടു ബെഡ്, യു ഗോ ടു ബെഡ്, യു ഗോ ആൻഡ് സ്ലീപ്, നീ പോയി കിടന്ന് ഉറങ്ങൂ എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്ത് പറയുന്നത്? ഹിറ്റ് ദ ഹേ എന്ന് എന്ത് ചെയ്യാം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അടുത്തത് നോക്കിയേ, ടൈ ദ നോട്ട്. എന്താണ് കെട്ടാനാ പറയുന്നത്? ടൈ ദ നോട്ട്, നീ മുറുക്കി കെട്ടിയേക്ക് രണ്ട് നൂലെടുത്തിട്ട്. എന്താ ഇവിടെ പറയുന്നത്? അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? ടു ഗെറ്റ് മാരീഡ്. ഓക്കെ, കല്യാണം കഴിക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ടൈ ദ നോട്ട്. എല്ലാവരുടെ കയറെടുത്ത് ചുരുട്ടിക്കൂട്ടി കെട്ടുന്നതിനെല്ലാം. അപ്പൊ അതിന്റെ അർത്ഥം വന്ന് നോക്കുക, ടു ഗെറ്റ് മാരീഡ് അല്ലേ. കല്യാണം കഴിക്കുന്നതിന് എന്താ പറയുന്നത്? ടൈ ദ നോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക, ഈറ്റ് ക്രോ. കാക്ക എത്തുന്നാനോ? മൈ ഗോഡ്, എന്താ മിസ് പറയുന്നത്? കാക്ക എത്തുന്നാനോ? ഈറ്റ് ക്രോ, കാക്ക എത്തുന്നു. അങ്ങനെ ആരെങ്കിൽ പറയോ? ആക്ച്വലി വാട്ട് ഇസ് ദ മീനിങ് ഹിയർ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അതിന്റെ? ടു നോക്കാം, ടു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യു മേഡ് എ മിസ്റ്റേക്ക്, യു ഷുഡ് ഈറ്റ് യുവർ ക്രോ. നീ നിന്റെ തെറ്റ് അംഗീകരിക്കണം, നീ നിന്റെ തെറ്റ് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞ മലയാളത്തില് അതിന് ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? യു ഷുഡ് എന്താണ്? ഈറ്റ് യുവർ ക്രോ, നീ നിന്റെ കാക്കയെ തിന്നണം എന്ന് പറഞ്ഞ എന്താ? നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ അംഗീകരിക്കണം. നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് എന്ത് ചെയ്യണം? നമ്മൾ അംഗീകരിക്കണം. ദാറ്റ് ഈസ് ദ വേർഡ് മീനിങ് ഹിയർ. സോ ഈറ്റ് യുവർ ക്രോ. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നാളെ സ്കൂൾ പോയിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ കാത്തു നിന്നില്ല, നിങ്ങൾ പ്രോമിസ് ചെയ്ത് പറ്റിച്ചു പോയി. നിങ്ങൾ എന്ത് പറയണം? യു ഷുഡ് ഈറ്റ് യുവർ ക്രോ മാൻ എന്ന് നിങ്ങൾ തള്ളി അങ്ങ് വിട്ടേക്കാം. ഓക്കെ, സോ ദ തിങ് ഈസ്, ദ മീനിങ് ഈസ് എന്താണ്? നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയ നമ്മൾ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ്. നമ്മളിത് അഡ്മിറ്റ് ചെയ്യണം. Next one നോക്കുക, bent out of shape. Okay, bent out of shape, to feel upset or annoyed about something, to feel upset or annoyed about something. bent out of shape എന്ന് പറഞ്ഞാൽ എന്താണ്? ഷേപ്പിന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ കഴിമുടിയാനോ? നോ. എന്താ ആക്ച്വലി പറയുന്നത്? to feel upset. Okay, നമ്മൾ വിഷമം, നമുക്കൊരു മൂഡ് ഓഫ്, കാര്യങ്ങൾ സങ്കടം, or annoyed about something, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എന്ത് ചെയ്യാം? നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? bent out of shape എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്ക് നിങ്ങൾ, cat got your tongue. പൂച്ചക്ക് നിന്റെ നാവ് കിട്ടി. പൂച്ചക്ക് മീൻ കിട്ടി നമ്മൾ കേൾക്കാറില്ലേ? പൂച്ചക്ക് നിന്റെ നാവ് കിട്ടി. എന്താ ആക്ച്വലി അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ്? കാൻറ്റ് യു സ്പീക്ക്, നിനക്ക് സംസാരിച്ചൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്ക് നിങ്ങൾ, snug as a bug in a rug. എന്താ ഉദ്ദേശിക്കുന്നത്? snug as a bug. നോക്കൂ, bug in a rug, warm and cozy. വളരെ എന്താ പറയാ? ചുരുങ്ങി, വളരെ എന്താ പറയാ? വളരെ വാം ആയിട്ടുള്ള അല്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നമുക്ക് എന്ത് പറയാം? snug as bug in a rug. അടുത്ത് നോക്കാം, go the extra mile. go the extra mile എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മേക്ക് an extra effort. നമ്മൾ ചിലപ്പോൾ പറയും, നീ കുറച്ചുകൂടി ഒന്ന് പഠിക്കുകയും, നീ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയും, നീ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആവ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മേക്ക് എൻ എക്സ്ട്രാ എഫേർട്ട്. യു ഷുഡ് മേക്ക് എൻ എക്സ്ട്രാ എഫേർട്ട്. നീ മേക്ക് എൻ എക്സ്ട്രാ എഫേർട്ട് അല്ലെ. ഒന്നുകൂടി എന്ത് ചെയ്യൂ? നീ ഒന്ന് ശ്രമിക്കൂ എന്നുള്ളതിനാണ് നമ്മൾ ഇവിടെ എന്ത് പറയാം? ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന്. അടുത്ത് നോക്കി ഇവിടെ, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ഓ മൈ ഗോഡ്, ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് ഇൻ മൈ സ്റ്റൊമക്ക്. എന്റെ വയറിനുള്ളിൽ എന്താണ്? ബട്ടർഫ്ലൈസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിൽ ശരിക്കും എന്താണ്? ബട്ടർഫ്ലൈ ആണോ? നോ, ഇറ്റ് ഈസ്
എന്താണ് ഫീലിംഗ് നെർവസ്. നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു ആൾക്കാർ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് വയറൊക്കെ ഇങ്ങനെ കാളും, നമ്മൾ ഭയങ്കര നെർവസ് ആവും. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് ഇൻ മൈ സ്റ്റൊമക്. എൻ്റെ വയറ്റിൽ പൂമ്പാറ്റകൾ എന്ത് ചെയ്യുന്നു, പാറി പറക്കുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഷോസ് ഇറ്റ് അവർ നെർവസ്നെസ്. ആ സമയത്ത് നമ്മുടെ നെർവസ്നെസ് ആണ് എന്ത് കാണിക്കുന്നത്, ഈ പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ എന്താണ്, ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്. തീയിലേക്ക് ചാടി പോവാനാണോ? നോ, ആക്ച്വലി ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ടു ഫീൽ സ്പെക്ടാക്കുലർലി. എന്താ പറയുക, ഒരു കുഞ്ഞു സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, തോറ്റ് പിന്നോട്ട് പോയി നിൽക്കുന്നതിന്, ഓക്കെ, പിന്നോട്ട് തോറ്റില്ലെങ്കിൽ പിന്മാറി കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഈസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ വി സ്റ്റാർട്ടഡ് a class with that. So once in a blue moon, the meaning is really വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യം. അതിനെ നമ്മൾ എന്താ പറയുക, ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറയില്ലേ. സോ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ അർജന്റീനയെ സൗദി തോപ്പിച്ചു. എപ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂൺ അർജന്റീന എന്താണ്, സോറി, സൗദി ടീം ദേ ഹിറ്റ്. ആരെയാണ് ഹിറ്റ് ചെയ്തത്, അർജന്റീന അല്ലെ, ദ കിങ് മേക്കേഴ്സ്. അവരെന്ത് ചെയ്തു, ഹിറ്റ് ചെയ്തു. സോ വല്ലപ്പോഴും ഇപ്പൊ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മാവേലി കംസ് അല്ലേ, മാവേലി കൊല്ലത്തിൽ ഒരിക്കലേ വരാറുള്ളൂ. അപ്പൊ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയാം. ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് നോക്കുക. Wow, what a cool man, what a cool person, അല്ലേ. So this is a cucumber, as cool as a cucumber. കുക്കുംബറിനെ പോലെ കൂൾ ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക. എന്താ അവിടെ ഉദ്ദേശിച്ചത്, കുക്കുംബറിനെ പോലെ കണ്ണട വെച്ചിരിക്കാനാണോ? നല്ല ഹെയർ സ്റ്റൈൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം കുക്കുംബറിന്റെ ഈ പറയുന്ന ഹെയർ സ്റ്റൈലാണ്. ഓക്കെ, നോക്കൂ, വെരി കാം, വളരെ റിലാക്സ്ഡ്, ചാം അല്ലേ, വളരെ എന്താ പറയുക, എൻജോയ് ചെയ്തിരിക്കുകയാണ്, വളരെ കാം ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് പറയുക, നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ കാണാൻ നമ്മൾ എന്താ പറയാം, സി he's behaving, he's as cool as a cucumber. My friend, ഒന്നിനും ടെൻഷൻ ഇല്ല, he's as cool as a cucumber. ഒരു കക്കിരിയെ പോലെയാണ്, as cool as a cucumber, കുക്കുംബറിനെ പോലെയാണ്. That's it, തീർന്നു പണി. ഓക്കെ, സോ ഈ ഒരു ഇഡിയംസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒത്തിരി ഇഡിയംസ് എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ഇഡിയംസ്, കാരണം ഇഡിയംസ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതേപോലുള്ള ഇഡിയംസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ മറ്റു ടോപ്പിക്സുമായിട്ട് I will be back. Till that, you all take care. Follow us, please learn all the idioms, and thank you so much. It's me, Anvaramas from Salem Learning.